Hello everyone, welcome back to our channel friends. Naseemana. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 2018 ലെ ആമസോണിൽ ബ്രീത്ത് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് അതായത് സീസൺ 2 ഇപ്പോൾ റീസെന്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രീത്ത് ഇൻടു ദ ഷാഡോസ് എന്ന് പറഞ്ഞിട്ട് അഭിഷേക് ബച്ചനും അതുപോലെ തന്നെ നമ്മുടെ നിത്യ മേനോനാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ആ ഒരു സീസൺ 1നെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ അതിലുള്ള മിക്ക കഥാപാത്രങ്ങളും റിട്ടേണിംഗ് ആയിട്ട് ഈ ഒരു ആ ഒരു സെയിം കാസ്റ്റിന്റെ അത് തന്നെ റിട്ടേണിംഗ് ആയിട്ട് ഈ ഒരു സീസൺ 2ലും വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ഈ ഒരു വെബ് സീരീസിനെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി ഈ ഒരു സീസൺ 2ൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള ഒരു സൈക്കാട്രിസ്റ്റാണ് ഈ ഒരു അഭിഷേക് ബച്ചൻ്റെ ആ ഒരു കഥാപാത്രം ചെയ്യുന്നത്. ആ അഭിഷേക് ബച്ചൻ്റെ വൈഫായിട്ട് ഈ ഒരു നിത്യ മേനോനുണ്ട്. ഇവരുടെ മകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതിനു ശേഷം ഒരു 3, 4, 6 മാസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു കോഡ് വരുന്നുണ്ട്. ഇവർക്ക് ഒരു കോഡ് വന്നതിൽ ആ ഒരു കോഡിൽ ഇവർ പറയുന്നത് ഈ ഒരു വ്യക്തി ഒരു കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ ആ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം, ഞാൻ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കൊല്ലണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അവരെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ മൂവ് ആവണം, ഞാൻ പറയുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ കൊല്ലണം എന്നുള്ളൊരു കാര്യം ഈ ഒരു കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ വ്യക്തി പറയുന്നതും അതിനനുസരിച്ച് ഈ ഒരു വ്യക്തി പറയുന്നതിനനുസരിച്ച് ആരെയൊക്കെ കൊല്ലണമെന്ന് പറയുന്നുണ്ട്. അവരേക്ക് ഈ ഒരു നിത്യ മേനോനും അതുപോലെ തന്നെ ഈ ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള അഭിഷേക് ബച്ചനും കൊല്ലുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു ഡിറ്റക്റ്റീവ് വരുന്നുണ്ട്. ഫസ്റ്റ് ആ ഒരു സീസൺ 1 കാണിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി തന്നെയാണ് ഡിറ്റക്റ്റീവായിട്ട് തിരിച്ച് അവിടേക്ക് വരുന്നത്. ജോയിൻ ചെയ്ത് വീണ്ടും അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ഈ ഒരു കേസ് എടുത്ത് അന്വേഷിക്കുന്നതും അതിനോടൊപ്പം തന്നെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീസൺ 2 അതായത് ബ്രീത്ത് ഇൻടു ദ ഷാഡോസ് എന്ന് പറയുന്ന ഈ ഒരു സീസൺ 2 കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഈ ഒരു വെബ് സീരീസിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിലൊരു 12 എപ്പിസോഡാണുള്ളത്. ഈ ഒരു 12 എപ്പിസോഡിലും അതിനെന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിൽ വലിച്ചഴിച്ച് ഈ ഒരു 12 എപ്പിസോഡായിട്ട് എടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതൊരു ആദ്യം മുതലേ അവസാനം വരെ ഈ ഒരു വെബ് സീരീസ് സീസൺ 2 ആദ്യം മുതലേ അവസാനം വരെ എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിലൊരു ലാഗാണെന്ന് തന്നെ പറയാം. ഒരു വലിച്ചഴിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പതിയാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് തന്നെ പറയാം. അത് തന്നെ പ്രേക്ഷകർക്ക് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ് ഫീലിംഗ് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. എസ്പെഷ്യലി ഈ ഒരു സിനിമയുടെ ഒരു ഓരോ ക്യാരക്ടർ എടുത്ത് പറയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടറും ആദ്യം സീസൺ 1 കണ്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓരോ ക്യാരക്ടറും അവരോടൊപ്പം തന്നെ ഒരു വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സീസൺ 2 ആ ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും ആ ഒരു പ്രേക്ഷകർക്കും ആ ഒരു ക്യാരക്ടറിനും തമ്മിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാര്യം മെയിനായിട്ട് ഞാൻ ഈ ഒരു സിനിമയിൽ പറയുന്ന ഒരു നെഗറ്റീവ് കാര്യം തന്നെയാണ്. ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് വശമായിട്ട് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ പോലും കണ്ടുമറന്ന സ്റ്റോറികളുമായിട്ട് ഒരു ചെറിയൊരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാമ്യം ഈ ഒരു സ്റ്റോറിക്കുണ്ട്. ബട്ട് എങ്കിലും അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഈ ഒരു സീസൺ 2. ആ ഒരു സ്റ്റോറി നമ്മൾ കണ്ടുമറന്ന സ്റ്റോറിയായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിലും അതിനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രാക്കിൽ കൂടി കൊണ്ടുപോകാമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ലാഗിങ് ഒരു നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീസൺ 2 ഓരോ ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതും മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സീസൺ 2ൻ്റെ ഒരു കാര്യം പറയാനെന്നുണ്ടെങ്കിൽ ഈ ഒരു വരുന്ന ആ ഒരു ജോയിൻ ചെയ്യുന്ന ആ ഒരു അന്വേഷിച്ച് വരുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അതായത് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഡിറ്റക്റ്റീവ്, ആ ഒരു ഏജൻറ്റ് കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു ഈ ഒരു കുറ്റം ചെയ്ത ആരാണെന്നുള്ളൊരു കാര്യങ്ങളും അതിന് ബാക്കിലുള്ള ആ ഒരു കാര്യങ്ങൾ റീസൺ എന്താണെന്നുള്ളതൊക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു. ബട്ട് അതിനെയും വലിച്ചിഴിച്ച് ഒരു 12 എപ്പിസോഡായിട്ട് ഈ ഒരു സീസൺ 2 ബ്രീത്ത് ഇൻടു ദ ഷാഡോസിൽ ഒരു ഷാഡോ ആയിട്ട് എടുത്ത് കാണിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഒരു സിനിമയുടെ ഒരു നെഗറ്റീവ് വശമായിട്ട് പറയുന്നത്. എസ്പെഷ്യലി ആ ഒരു സീസൺ 1 കണ്ടുവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും ഈ ഒരു സീസൺ 2 കിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ മെയിനായിട്ട് എടുത്ത് പറയാം. മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ടൈം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ചിലവാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വെബ് സീരീസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു മൊത്തത്തിലൊരു ടൈം വേസ്റ്റ് ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഒരു വെബ് സീരീസ് മൊത്തത്തിൽ എനിക്കൊരു ബാഡായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു തവണ എന്തായാലും കണ്ടിരിക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിലുള്ള ക്യാരക്ടർ ആ ഒരു ഓരോരുത്തരും എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് സീസൺ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഈ ഒരു സീസൺ 2 ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇതിൻ്റെ ലാഗിങ് തന്നെയാണ്. ഭയങ്കരമായിട്ട് ഈ ഒരു വെബ് സീരീസ് 2 ഭയങ്കരമായിട്ട് ലാഗ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യം നമ്മളെ പ്രേക്ഷകരെ വളരെ വലിയ രീതിയിൽ പിടിച്ചിരുത്താത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു വെബ് സീരീസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ബ്രീത്ത് ഇൻടു ദ ഷാഡോസ് എന്ന് പറയുന്ന സീസൺ വെബ് സീരീസ് 2ൻ്റെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിൽ ലീവ് ചെയ്യാം. എസ്പെഷ്യലി എൻ്റെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. Until then, by Naseem signing off you. Love you all. Take care. Stay home. Love you all. Tata. Bye bye.